കൊച്ചിയിൽ 54 വയസ്സുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ പിടിയിലായ പ്രതി ഫിർദോസ് അലിയുമായി പോലീസ് തെളിവെടുക്കുകയാണ്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതി എത്രമാത്രം സഹകരിക്കുന്നുണ്ട്? തെളിവെടുപ്പ് ഏതാണ്ട് 6 മണിക്കൂർ മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സംഭവം നടന്ന KSRTC ബസ് സ്റ്റാൻഡിന് പിൻവശത്തുള്ള കമ്മട്ടിപ്പാടം അല്ലെങ്കിൽ പൊന്നുരുന്നി റെയിൽവേ യാർഡിന് സമീപത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം ഇയാളുടെ അക്രമത്തിൽ പരിക്കേറ്റ സ്ത്രീ അപകടനില ഏതാണ്ട് തരണം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ സ്ത്രീയെ 500 രൂപ വാഗ്ദാനം ചെയ്ത് ഇയാൾ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞാണ് കയറ്റിക്കൊണ്ടു പോകുന്നത്. പക്ഷേ നേരെ എത്തിച്ചത് KSRTC സ്റ്റാൻഡ് പിന്നെ ഭാഗത്തുള്ള ഈ കമ്മട്ടിപ്പാടം മേഖലയിലാണ്. അവിടെ വെച്ച് ഇതൊരു ആളൊഴിഞ്ഞ പ്രദേശമാണ്. മാത്രമല്ല പൊന്തക്കാടുകൾ ധാരാളം വളർന്നു നിൽക്കുന്ന പ്രദേശം. അവിടെ വെച്ച് ഇയാൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പിന്നീട് ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഈ പരിസരത്തുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ സ്ത്രീ ഇങ്ങനെ അവശനിലയിൽ കിടക്കുന്നത് കണ്ടതും പോലീസിനെ അറിയിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ശരി, തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാടിനെ നടക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്ത്രീ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണെന്നുള്ളതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യം. ഇപ്പോഴും അവസ്ഥ തുടരുന്നു.